ആവേശം ചിത്രത്തിൻ്റെയും ദുൽഖർ സൽമാൻ മൂവിയുടെയും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആവേശം മൂവി ഇന്ന് തിങ്കളാഴ്ച 19ാമത്തെ ദിവസത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. ഇന്നും ഈ ഒരു ചിത്രത്തിന് ഇപ്പോൾ ബുക്ക് മൈ ഷോ ആപ്പിൽ നോക്കുന്ന സമയത്ത് 4000-നടുത്ത് ടിക്കറ്റ്സുകളാണ് ഓരോ മണിക്കൂറിലും സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓർക്കുക, ഇത് ആദ്യ ദിവസമല്ല, 19ാമത്തെ ദിവസം വർക്കിംഗ് ഡേയിലാണ് ഇത്തരത്തിലുള്ള തൂക്കിയടി ആവേശം എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ഇപ്പോഴും കാണിച്ചു കൊണ്ടിരിക്കുന്നത്. പുതിയ റിലീസുകൾക്കും ആവേശം എന്ന ചിത്രത്തിന്റെ കൂടെ റിലീസായ ചിത്രങ്ങൾക്ക് പോലും ഇപ്പോഴും ആവേശം എന്ന ചിത്രത്തിന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. 19ാമത്തെ ദിവസമായ ഇന്നും കേരള ബോക്സ് ഓഫീസിൽ നിന്നും 2 കോടിക്ക് മുകളിൽ കളക്ഷൻ ഉറപ്പിച്ചിരിക്കുകയാണ് ആവേശം. 19 ദിവസത്തെ കേരള കളക്ഷൻ 62 കോടിക്ക് മുകളിലും 19 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 125 കോടിക്ക് മുകളിലും എത്താൻ ഇതിനോടകം തന്നെ ആവേശം എന്ന ചിത്രത്തിന് സാധിച്ചു. ഇപ്പോഴും വർക്കിംഗ് ഡേയിലും ഇത്തരത്തിലുള്ള ആവേശം ബോക്സ് ഓഫീസിൽ സൃഷ്ടിക്കാൻ ആവേശം എന്ന ചിത്രത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കെൻഡിലും ബോക്സ് ഓഫീസിൽ നിന്നും വലിയ കളക്ഷൻ നേടാനും വേൾഡ് വൈഡ് കളക്ഷനിൽ വലിയ ഫിഗറിലേക്ക് എത്താനും ആവേശം എന്ന ചിത്രത്തിന് സാധിക്കും. ദുൽഖർ സൽമാന്റെ അവസാനമായിട്ട് തിയേറ്ററിൽ എത്തിയ സിനിമയായിരുന്നല്ലോ കിങ് ഓഫ് കൊത്ത. RDX എന്ന ചിത്രത്തിന്റെ മുന്നിൽ മുട്ടുകുത്തുകയായിരുന്നു കിങ് ഓഫ് കൊത്ത. എന്നാൽ RDX എന്ന ചിത്രത്തിന്റെ ഡയറക്ടർ ദുൽഖർ സൽമാനെ നായകനാക്കിയിട്ട് പുതിയ സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ്. നഹാസ് ഹിദായത്ത് ആയിരുന്നു RDXന്റെ സംവിധായകൻ. 2024 അവസാനം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കും. അതിന്റെ മുന്നേ ദുൽഖർ സൽമാന്റെ മറ്റൊരു മലയാള ചിത്രവും ഷൂട്ടിംഗ് ആരംഭിക്കും. ലക്കി ഭാസ്കർ എന്ന തെലുങ്ക് ചിത്രത്തിലാണ് ദുൽഖർ സൽമാൻ ഇപ്പോൾ അഭിനയിച്ചു വരുന്നത്. ഏകദേശം 90% ഷൂട്ടിങ്ങും ചിത്രത്തിൻ്റെത് തീർന്നിട്ടുണ്ട്. ചിത്രത്തിന് വലിയ ഹൈപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ ടീസർ റിലീസ് ആയതിനു ശേഷം ചെറിയൊരു ഹൈപ്പിലേക്ക് എത്താൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. മലയാളം, തെലുങ്ക്, തമിഴ്, ഹിന്ദി എന്നീ 4 ലാംഗ്വേജിലാണ് ഒരേ സമയത്ത് ഈ ഒരു സിനിമ റിലീസിനെത്തുന്നത്. ആരൊക്കെ ദുൽഖർ സൽമാന്റെ ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.